അലിയ എനിക്ക് ആംബുലൻസിൽ കയറണം. ഒരു ദിവസം മോനെ ആംബുലൻസിൽ കിടത്തി കൊണ്ടുപോകണമെന്നാണ് അളിയന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അളിയനൊരു ട്രിപ്പ് ഉണ്ട്. മോർച്ചറിന്ന് ഒരു അനാഥ ശവം ചുടുകാട്ടിക്കൊണ്ടുപോയി ദഹിപ്പിക്കാനുണ്ട്. അലിയ ഞാൻ ഇന്ന് വരെ പോർച്ചറി കണ്ടിട്ടില്ല. എന്നെ ഒന്ന് കൊണ്ടുപോ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. ഞാൻ എനിക്ക് മോർച്ചറി അമ്മ അലിയനല്ലേ പോർച്ചറി കാട്ടില്ല. അവന്റെ ഒരു ആഗ്രഹമല്ലടാ, ഒന്നും കൊണ്ടുപോയി കാണിക്കരാ. വേണമെങ്കിൽ ഞാനും കൂടെ വരാടാ. സണ്ണിച്ചന്റെ അമ്മ തന്നെ ബെസ്റ്റ്. എന്റെ പൊന്നമ്മച്ചി, മോർച്ചറി എന്ന് പറഞ്ഞാൽ കാഴ്ച ബംഗ്ലാവല്ല, ശവങ്ങൾ ഇടുന്ന സ്ഥലമാണ്. എന്റെ ഈശോ, അതാ ആവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുപോയിക്കണം. കൈ എടുക്കറ. മിണ്ടാതിരുന്നോളോ. വയസ്സ് 85. ഞാനിതുവരെ മോർച്ചറി കണ്ടിട്ടില്ല. അപ്പഴ അവന്റെ ഒരു ആഗ്രഹം. എടി ആലീസേ, ഇതിനെ എടുത്തോണ്ട് പോ. നിന്റെ അനിയനെ കണ്ട് പേടിക്കും. വലിയൊരു തന്നെ കണ്ടാ പേടിക്കും. ഞാൻ ഇതുവരെ തവം കണ്ടിട്ടില്ല. എനിക്ക് തവം കാണണം. ശവം കാണാൻ മോർച്ചറി വരെ പോണോന്നില്ല. നീ കണ്ണാടിയിലോട്ടോ നോക്ക്. ഓ ഒന്ന് പോണുണ്ടോ അവിടുന്ന്? അലിയ മാതാവേ, നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ? പോട്ടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ആലീസേ, ഒന്ന് കൊണ്ടുപോകുന്നത്. ആലീസേ, ഞാൻ വരാൻ നേരം വിളക്കും. നീ പോയി കിടന്നോ. പോയി കിടന്നുറങ്ങ്. മേലാണ്ടിരിക്കോ ഇല്ലയോ? എന്താണ്? ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സ്വപ്ന സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. ഫ്രണ്ട്സ്, ചൂടാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടിയിലേ ഇരിക്കുന്നത്. വലിയ തുകയൊന്നും ആകത്തില്ല. ഒരു 10,000 രൂപയാവും. അയ്യോ, അവിടെ പിന്നെ ആരുമില്ല. ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോന്നവനാ. ആര്, നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പോ വന്നെന്ന് മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ ഒക്കില്ല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട. പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തില്. വേഗം ഭാര്യ വണ്ടി കയറ്റേ. പോ പോ പോ. ഈ വാർണിഷ് ഇവിടെ ഇരിക്കട്ടെ. ഓതങ്ങ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക. എഴുന്നേക്ക്, പത്ത് എഴുന്നേക്ക്, എഴുന്നേക്ക്. അമ്മ കരയാതിരിക്കേ. ഏതായാലും പോയത് പോയി. നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാ നോക്കാം. എല്ലാരും വാ, നീ താമസിക്കണ്ട. അങ്ങോട്ട് ഒരാൾ വിളി. ശവത്തിനെ നോക്കിക്കൊണ്ടിരിക്കോട്ടോ. ശവമേ അല്ല, അറിയാതെ അറിയാതെ. അമ്മലെ പൊയ്യോ. കച്ച കിടക്കണ ബോഡി നോക്ക്.
കർത്താവെ, ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്നും ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ദാസനായ ഈ പുത്രന് ബുദ്ധിയും ശക്തിയും മനോധൈര്യവും നീ നൽകണമേ. ഈ കുടുംബത്തെ നീ കാത്തുകൊള്ളണമേ. ആമേൻ. അച്ഛോ, 2 തളി എനിക്ക് കൂടുതൽ തളി അച്ഛോ. അല്പം മനക്കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്റെ മാനസിക നില തെറ്റാതിരുന്നത്. അളിയന്റെ മാനസിക നില ഇനി ഏതായാലും തെറ്റാൻ പോകുന്നില്ല. എന്തേ? അത് നേരത്തെ തന്നെ തെറ്റിക്കിടക്കല്ലേ? ആണാ? അച്ഛാമ്മേ, എല്ലാം റെഡിയല്ലേ? റെഡിയായി. എന്നാ അച്ഛനെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മ കൂടെ അവിടെ ചെല്ലേ, ഞാൻ എടുക്കാം. ചെല്ലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അച്ചോ, അപ്പുറത്തേക്കിരിക്കാം. അച്ഛാമ്മേ, ചായ എടുക്കാനാണെങ്കിൽ വേണ്ട, അല്പം ധൃതിയുണ്ട്. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാച്ചോ. ശരി. ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. കാണിച്ചാ നല്ല തല്ല് കിട്ടും. അടി അടി. ആഹാ, എല്ലാരും ഇങ്ങനെ പോകുന്നല്ലേ? ഒരു പ്രധാന വിഷയം കൂടി പറയാനാണ് ഞാൻ വന്നത്. എന്താച്ചോ? ഇപ്രാവശ്യത്തെ ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് കോഴിപ്പള്ളിയിൽ വെച്ചാ. വഴക്കും പിണക്കൊക്കെ മറന്ന് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇല്ലച്ചോ, കാട്ടിങ്ങനൊരു കുഞ്ഞു പോലും കോഴിപ്പള്ളി പോവില്ല. അച്ഛനറിയാമല്ലോ അവര് ഞങ്ങളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ. ശരിയാണ്, പക്ഷേ ഇവിടം കൊണ്ടെല്ലാം തീരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അവറാച്ചനോട് ഞാൻ സംസാരിച്ചു. ദൈവകാര്യമായതുകൊണ്ട് അവറാച്ചന് യാതൊരു വിരോധമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ല അച്ചോ, എന്റെ ഭർത്താവിന് കടക്കാരനാക്കിയതും 1 മുഴം കയറിൽ ഈ ഉത്തരത്തിലധികം തൂങ്ങിയതിനും കാരണക്കാരൻ അയാളാണ് അച്ചോ. അവന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കർത്താവ് പോലും കേക്കില്ല അച്ചോ. നമ്മളവിടെ ചെല്ലുമ്പോ അവ 1-2 പറയും. എന്റെ സ്വഭാവത്തിനെ 2-3 വരെ തട്ടും. നമ്മുടെ ഇടവകയിൽ ഒരു മർഡർ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി ഫാദർ? തമ്മിൽ തല്ലാനല്ല, നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പറയാണ്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൂടാതിരുന്നാൽ അത് കർത്താവിനോട് ചെയ്യുന്ന നിഷേധമായിരിക്കും. അച്ഛൻ പറയുന്നതില് കാര്യമുണ്ട് അച്ചായ. നമുക്ക് അവിടം വരെ പോകാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ലേ അച്ചായ? അവര് കാണിച്ച തെറ്റുകളൊക്കെ നമുക്ക് മറക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ വലിയ തെറ്റായി പോവില്ലേ? വരണം വരണം വരണം. ഇത് എവിടെയായിരുന്നു? താമസിച്ചു പോയല്ലേ എല്ലാരും. അങ്ങാട്ടിരി. ഇവന്മാരിത് എവിടെ പോയിരിക്കാണ്? അച്ഛൻ എത്തിയിട്ടില്ല കേട്ടാ. അച്ഛനിപ്പോ വരും. മോളെ ഇങ്ങ് വന്നേ. എന്താ പച്ചാ? വരുന്നവർക്ക് മുഴുവൻ ചായ ഉണ്ടാക്കാൻ നിന്ന മൂന്നാറിലെ തേയില മുഴുവൻ തികയല്ല. ഉമ്മറത്ത് വരുന്നവർക്ക് ഇത്തിരി വെള്ളമെങ്കിലും കൊടുക്കണ്ടേ അപ്പച്ചാ? എടി, അതിനപ്പുറത്ത് ഞാൻ കിണർ കുത്തിയിട്ടുണ്ട്. വേണ്ടവരെ അവിടെ നിന്ന് കോരി കുടിച്ചോളും. എടാ ചാക്കോയെ, വിളിച്ചു കൂവണ്ട, ഞാൻ കൊടുക്കണില്ല. അല്ല, ഇതാര്? എന്റെ പൊന്നും കുരിശി മുത്തപ്പ, അതുമ്മ എന്താണ് ഈ കാണണത്? കണ്ടോണ മക്കളെ, കാട്ടുങ്കലിൽ നിന്ന് കടുന്നലിളകിയ പോലെ എല്ലാം ഉണ്ടല്ല. അപ്പോഴേ ആ പൊട്ടഞ്ഞക്കം വന്നില്ലേ, അവൻ മടിയായ അറിയാഞ്ഞിട്ട് ചോദിക്കണം. കാട്ടുങ്കലുകാർക്ക് കർത്താവ് നമ്പുരാൻ കനിഞ്ഞു തന്ന പൊട്ടനല്ലേ, അവനെ കാണാഞ്ഞിട്ട് ചോദിച്ചതാണ്. അവറാച്ചൻ ചേട്ടാ വേണ്ട. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. വന്ന കാലേ നിൽക്കാതെ ഇവിടെ മുടിഞ്ഞു പോണ കർത്താവേ എന്ന് പറഞ്ഞ് വലതുകാലം വെച്ചും കാട്ട് കയറിയാട്ടെ. വാ. നിൽക്ക്. നാണമുണ്ടോടോ തനിക്കൊക്കെ ഈ മുറ്റത്ത് വന്ന് നിൽക്കാൻ? ഒരിക്കൽ കാട്ടുങ്കലിന് ആട്ടി പുറത്താക്കിയത് ഓർമ്മയുണ്ടോ തനിക്ക്? തന്നെ കുടുംബസമേതം ഈ മുറ്റത്ത് കൊണ്ടുവരാൻ സാധിച്ചല്ലോ, എനിക്ക് സന്തോഷമായി. താനെന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഗെറ്റൗട്ട് പറയാം. നിങ്ങളവിടെ നിൽക്ക്. ഇവരോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയാൻ തനിക്കെന്ന അവകാശം? അവറാച്ചൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവരെ ഈ മുറ്റത്തേക്ക് കൊണ്ടുവന്നത്? ദൈവത്തിന് വരക്കാത്ത പണി കാണിക്കരുത്. ഓ, എന്റെ വന്ധ്യ പിതാവേ, എന്റെ കൊച്ചുപെങ്ങള് കൊച്ചു ത്രേസ്യയുടെ ഏക മകനാണ് ഈ നിൽക്കണ സക്കറിയാച്ചൻ. കൊച്ചു ത്രേസ്യയുടെ അവകാശം ഇതുവരെ ഒഴിമുറി വെച്ച് പോകാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അധികാരം ഇവനും ഉണ്ടച്ചോ. അപ്പൊ താൻ പറഞ്ഞതെല്ലാം തട്ടിപ്പായിരുന്നല്ലേ? അതെ അച്ചോ, തട്ടിപ്പിന്റെ പുസ്തകം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ കുടുംബ പ്രാർത്ഥന ഞാൻ ഇവിടെ വയ്ക്കാന്ന് പറഞ്ഞത്. അത് നടന്നു.
ഇനി അച്ഛൻ ഇവറ്റകളെയും വിളിച്ചോണ്ട് പോ. ചെല്ല് ചെല്ല്. നിക്ക്. കോഴിപ്പള്ളി തറവാടിന് മുന്നിൽ ഭിക്ഷയ്ക്ക് വരുന്നവരെ ഞങ്ങൾ വെറും കൈയോടെ പറഞ്ഞു വിടാറില്ല. ഇതാ എടുത്തോ. എടോ ജോൺ സക്രിയായെ, താൻ എറിഞ്ഞിട്ട വെള്ളി നാണയമുണ്ടല്ലോ, അത് ഭിക്ഷയല്ല, നേർച്ചയാ, നേർച്ച. ഈ തിരുക്കുടുംബത്തിന് മുമ്പിലേക്ക് പരിഹാസത്തോടെ ഒരു പാപി എറിഞ്ഞെന്ന നേർച്ച ദൈവത്തിന്റെ പേരിൽ ഈ മുറ്റത്ത് വന്നതുകൊണ്ട് ഞങ്ങൾ ഈ നേർച്ച സ്വീകരിക്കുക. നന്ദി. അച്ചായമ്മ, നമുക്ക് പോകാം. ഓക്രിത്തരം കാണിച്ചാലുണ്ടല്ലോ ലോഹിട്ടെന്ന് കൂടണ്ട, അടിച്ച് പല്ലു തെറിപ്പിക്കും ഞാൻ. നിനക്കറിയാമോ എന്നെ? സെമിനാരിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ നിന്നെക്കാൾ തൊട്ടിയായിരുന്നു. വലിയ വാചം അടിക്കാതെ പള്ളി ചെന്ന് വല്ല പാട്ട് കുർബാനയും ചൊലച്ചു. അച്ഛോ, കുർബാനകളെല്ലാം മാത്രമല്ലടാ, നിനക്കൊക്കെ അന്ത്യകൂതാശ നൽകാൻ എനിക്കറിയാം. എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണം. ചേട്ടാ കാപ്പി കുടിച്ചിട്ട് വേണ്ട വേണ്ട, ഞങ്ങൾ പോവാ. ചേട്ടാ കാപ്പി. നിങ്ങളുടെ കാപ്പി കീറ്റൊന്നും വേണ്ട.